ദൈവമേ കാത്തോളണേ. ചേട്ടാ ചേട്ടൻ ഭക്തനാണല്ലേ? ഭക്തനാകണ്ടെന്നല്ല, ചില ചെറ്റപ്പൊക്കികളെ സീൻ പിടിക്കാൻ വരും, അത് മറക്കാനതേ ഇത്. വല്ലതും കണ്ടാ പോയില്ലേ മോളെ. കുട്ടി എന്താ കുട്ടിയുടെ മുഖത്തൊരു വിഷമം? ചേട്ടൻ അതൊക്കെ എങ്ങനെ അറിയാം? ഏത് ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ചെറ്റപ്പൊക്കിയോളെന്നൊക്കെ? ചേട്ടൻ അങ്ങനെ പോയിട്ടുണ്ടോ? അയ്യേ, ഞാൻ ഈ സൈസ് ചെറ്റപ്പൊക്കണ പരിപാടിക്കൊന്നും പോവില്ല. ഛേ, അതൊക്കെ മോശല്ലേ കൊച്ചേ, അല്ലേ? ചേട്ടൻ പാല് കുടിക്കുക. ഈ സമയത്ത് ഇതല്ല പതിവ്. അല്ല, ഈ സമയത്ത് ഈ പാല് കുടിക്കണ പതിവില്ലെന്ന് പറയായിരുന്നു. ബിന്ദു ചേട്ടനിപ്പോ ബിന്ദു എന്ന് വിളിച്ചല്ലോ. എനിക്ക് സ്നേഹം വന്നാ ഞാൻ ബിന്ദുന്നും വത്സെന്നും ഒക്കെ വിളിക്കും. ഞാൻ വേണ്ടി വന്ന് എന്നെ കടിക്കും ഞാൻ. മോക്കറിയാമോ, നമ്മുടെ ഈ ആദ്യരാത്രി ഉണ്ടല്ലോ, ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രി ആക്കിയാൽ നമുക്ക് മാറ്റണം. നമ്മളിങ്ങനെ ഉറങ്ങാതെ കട്ടിലിങ്ങനെ കെട്ടിപ്പിടിച്ച് കണ്ണില് നോക്കിയിരിക്കും നേരം വെളുക്കണവരെ. വെറുതെ ഇങ്ങനെ ഇരുന്നാ മാത്രം മതിയോ? ഒന്ന് പോടി കള്ളി അവിടുന്ന്. സാധാരണ മഴ മൂലം കളി മുടങ്ങണം. ഇതിപ്പം അച്ഛാ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താണ്? നമ്മൾ കെട്ടെടുക്കുന്ന പയ്യല്ലേ, അവന്റെ കല്യാണമാണ്. ഫസ്റ്റ് നൈറ്റ് വാതിൽ കൂട്ടി. എന്ത് ചെയ്യപ്പ? നീ പോയി തട്ടി വിളിച്ചിട്ട് കട്ടിലെടുത്തോണ്ടോടാ. വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ. പണ്ട് ഞങ്ങളുടെ മഹാഭാരതത്തിലെ ഭീമനെ ഡിസ്റ്റർബ് ചെയ്ത പട്ടിക്കൊരു പണി കിട്ടി. അതിന്റെ ടെൻഷൻ ഉണ്ട്. അതിന് നീ എപ്പോ മഹാഭാരതമൊക്കെ വായിച്ചു? നീ പോയി തട്ടി വിളിച്ച് കട്ടിലെടുത്തോണ്ടോടാ. മുത്തിച്ചിപ്പൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നേ മഹാഭാരതത്തിലാണ്. അങ്ങനെ അല്ല, കട്ടില് നമുക്ക് നാളെ രാവിലെ എടുത്താലോ? അത് നല്ല ഐഡിയ. നാളെ രാവിലെ ആകുമ്പോ പിന്നെ ഫ്രീ ആണല്ലോ, വന്നെടുത്താ പോരെ. എടുക്കണ മോശമാണ്. എന്നാ നാളെ എടുക്കാം. അച്ചായോ, കുറെ നാളായി ഒന്ന് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വന്തം കട്ടിലിൽ കിടന്നുറങ്ങണമെന്നൊരാഗ്രഹം. കട്ടില് അച്ചായൻ തന്നെ ഇന്ന് രാത്രി എനിക്ക് എടുത്തു തരണം. മോള് പാടിക്കോ. ആ നശിച്ച തള്ളയാക്കി ഇന്ന് ഞാൻ അവക്കട. എന്ത് പൂ? എന്താ ചായ? നീ അവിടെ വന്ന് വാ. നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണോ? അതെ ചേ, ഫസ്റ്റ് നൈറ്റാ. നീ നമ്മുടെ മജീദിന്റെ വാങ്ങിച്ച ഇരുമ്പ് കട്ടിലില്ലേ? ഓ, അതെനിക്കിപ്പോ വേണം. എന്റെ മണിയറക്കട്ടിലിന്റെ കാര്യമാണ് അച്ഛാ പറയണേ. അച്ചായ അങ്ങനെ പറയരുത്. എന്റെ അച്ചായ ചതിക്കല്ലേ. 40 വർഷമായിട്ട് കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു ആദ്യരാത്രി ചെയ്തു. അച്ചായനായിട്ട് അതെന്റെ അന്ത്യരാത്രി ആക്കരുത്. കട്ടിലെന്തായാലും ഞാൻ കൊണ്ടുപോകും. നീ എടുത്തേ ചെല്ല്. അല്ല അച്ചായനെ എന്തായാലും കട്ടിൽ കൊണ്ടുപോകും. കൊണ്ടുപോകല്ലേ? എന്നാ എനിക്ക് ഒരു മണിക്കൂർ സമയം തരാമോ? അത് കഴിഞ്ഞ അച്ചായൻ കട്ടിലും ഉണ്ടാക്കും. 1 മണിക്കൂർ താ പ്ലീസ് അച്ചായ. 1 മണിക്കൂർ മതിയാ? 1 മണിക്കൂർ കൊടുത്തേക്ക് അച്ചായ. എടാ 1 മണിക്കൂറിൽ വേഗം നോട്ടാ. പെട്ടെന്ന് കൊണ്ടുപോകാതെ. എന്ത് ചൂടാണല്ലേ. അവനോട് ജനല് തുറന്നിടാൻ പറഞ്ഞാലാ? അടിച്ചാൻ ഇരിക്കച്ചായോ, ഇരിക്കുന്നേ. അതെ, എൻ്റെ വീട്ടിൽ നിന്ന് അച്ചായൻ കൊണ്ടുപോയ സാധനങ്ങൾ മുഴുവൻ തിരിച്ചെൻ്റെ വീട്ടിലെത്തുന്നത് വരെ എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ. അത്രയും നാള് എന്നെ പൊന്നുപോലെ നോക്കേണ്ടത് അച്ചായൻ്റെ ബാധ്യതയാണ്.
ഇല്ലേ പണി പുണ്യാളം തരും. പറ ചായ, എങ്ങനായിരുന്നു ഫസ്റ്റ് നൈറ്റ്? അച്ചായോ, എന്റെ ഗ്ലാസ് ഇതല്ല, ഏറെയുടെ 14 രൂപയുടെ ഗ്ലാസ്. ചാർജ് ചെയ്യാനിട്ടിരിക്കുവാണ് ചായ, ചാർജ് ചെയ്തിട്ട് പോയാ പോരാ. നീ പോയി എടുത്തോണ്ടോടാ. ചൂടാല ചായ, ചേച്ചി അവിടെ കുത്തിയിട്ടിരിക്കുക, ചാർജ് വളരെ കുറവാണ്. പോയി എടുത്തോണ്ടോടാ. നീ എവിടേക്ക്? ഞാൻ പോവാ. അപ്പൊ ഞാൻ പോടാ. എന്റെ വീട്ടിലെ കസേര കണ്ടെടുത്ത 10 പേപ്പർ ലിസ്റ്റ് കണ്ട് ഞാൻ ഞെട്ടി. അച്ചായ, കച്ചവടം തുടങ്ങിയിട്ടുള്ളൂ. ശവവും പാത്രം രാവിലെ ഞാൻ അങ്ങോട്ട് എത്തിച്ചാ പോരെ. അതൊന്നും ശരിയാവുന്നില്ലടാ. എത്രയാണ് പൈസ കൊടുത്തിട്ട് എടുത്തിട്ട് വന്ന്? അയ്യോ അച്ചായ, പാവങ്ങളല്ലേ, അവരുടെ കച്ചവടം മുടക്കണ്ട, കഴിഞ്ഞിട്ട് മതി ചേട്ടാ, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. പിന്നെ എനിക്കൊരു ഡബിൾ ഓംലെറ്റ് ഉള്ളി കൂട്ടിയിട്ട്. ചേട്ടോ 2 ദോശ തരും. അച്ഛാ 1 മിനിറ്റ് നിർത്തിക്കും. അടിച്ചാൻ നമുക്കേ ഒരു ചായ കുടിച്ചാലോ? മോനെ, ഈ സെന്റ് ആന്റണീസ് ചർച്ച് എവിടാ? സ്വർണ്ണ പുണ്യാളന്റെ പള്ളി. ഒന്ന് പോവല്ലേ അവിടെ നിന്ന് ഉപയോഗിക്കാൻ വന്നു. നിനക്ക് പ്രാന്താണോടാ? വല്യമ്മ കളിയാക്കിയതാണ്.